രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേണേ. ഞങ്ങൾ തൻ നൊമ്പരങ്ങൾ സർവ്വതും ഏറ്റുവാങ്ങി ക്രിസ്തുവിന്റെ സന്നിധാനെ അർപ്പിച്ചിടണേ. ധീരനാം രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേണേ. ഞങ്ങൾ തൻ നൊമ്പരങ്ങൾ സർവ്വതും ഏറ്റുവാങ്ങി ക്രിസ്തുവിന്റെ സന്നിധാനെ അർപ്പിച്ചിടണേ. പുണ്യവാനേ ഗീവർഗീസേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. പുണ്യവാനേ ഗീവർഗീസേ, ഞങ്ങൾക്കായി നിത്യവും പ്രാർത്ഥിക്കണേ. ദൈവവിഷൻ കാഴ്ചയ്ക്ക് മാത്രം. ക്രിസ്തുവാണ് രക്ഷകൻ. ക്രിസ്തുവാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ആദികാരണവും. ആ ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസത്തെ വ്യതിചലിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധ ഗീവർഗീസ്. ദൈവവിഷൻ. എല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇന്ന് കത്തോലിക്ക തിരുസഭ വലിയൊരു വിശുദ്ധൻ്റെ രക്തസാക്ഷിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 17 നൂറ്റാണ്ട് കാലത്തോളം കത്തോലിക്ക സഭയുടെ പിന്നിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അന്നു തൊട്ട് ഇന്ന് വരെയും കത്തോലിക്ക സഭാ വിശ്വാസികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നാമമായി 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ പേര് ലോകം മുഴുവനും, സഭ മുഴുവനും, സ്വർഗം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഗീവർഗീസ് സഹദ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസവും ജ്വലിക്കുകയും നമ്മുടെ ത്യാഗപരമായ ജീവിതത്തിനുള്ള വെല്ലുവിളികളിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയും ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്യാമെന്നും അദ്ദേഹത്തോടൊപ്പം ചിന്തിക്കാനുമുള്ള ഒരു നല്ല സമയമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഈ സമയങ്ങളിൽ മനോഹരമായ 2 മൂവികളിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ചില നേർക്കാഴ്ചകൾ നമ്മൾ ഒരുമിച്ച് കാണുന്നു, ഒരുമിച്ച് ചിന്തിക്കുന്നു, ഒരുമിച്ച് ഒരു ധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും പശ്ചാത്തലവും രാഷ്ട്രീയ മതപരമായ സാഹചര്യങ്ങളെയും തിരിച്ചറിയാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ഏതാണ്ട് 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ AD 283 വിശുദ്ധ ഗീവർഗീസ് ഏഷ്യ മൈനറിലെ കപ്പദോക്യ എന്ന പ്രദേശത്ത് കുലീനരും വിശ്വസ്തരും വിശ്വാസികളുമായ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു. വിശുദ്ധ ഗീവർഗീസിൻ്റെ പിതാവ് റോമൻ സൈന്യത്തിലെ ആർമി ഓഫീസറും ഒപ്പം തന്നെ പലസ്തീനയിലെ ഗവർണറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ലിഡായിലെ ഒരു പ്രഭുവുമായിരുന്നു. ഉത്തമ ക്രൈസ്തവ വിശ്വാസികളായ അവരുടെ പരിചരണത്തിലൂടെയും ദാമ്പത്യ ജീവിതത്തിൻ്റെ അനുഗ്രഹപൂർണമായ സമയങ്ങളിലൂടെയും 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടാകുന്നു. 2 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. വിശ്വാസ പഠനക്കളരി കുടുംബമാണ് എന്നുള്ളത് വളരെ കൃത്യമായി കാണത്തക്ക വിധത്തിലായിരുന്നു ഈ 3 മക്കളെയും ആ മാതാപിതാക്കൾ വളർത്തിയത്. അവരും റോമൻ സൈന്യത്തിൻ്റെ ഉന്നത പദവികളിലൂടെ സഞ്ചരിച്ചുവെങ്കിലും ആഴമേറിയ വിശ്വാസം, ഈശോയോടുള്ള സ്നേഹം, പാവപ്പെട്ടവരോടുള്ള കരുതൽ, സമൂഹത്തിൻ്റെ നീതി നിലനിർത്താനുള്ള തീവ്രമായ യത്നങ്ങൾ, അടിമത്തം അവസാനിപ്പിച്ച് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വെല്ലുവിളികൾ എല്ലാം ആ പിതാവ് ഏറ്റെടുത്തിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കാണാൻ സാധിക്കും. ഈ നല്ല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ ദേവാലയവുമായിട്ടുള്ള ആഴമേറിയൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനായി കൊച്ച് ഗീവർഗീസിന് മാതാപിതാക്കൾ സഹായിച്ചിരുന്നു നമുക്ക് കാണാം. വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പം കപ്പദോക്യ എന്ന സ്ഥലത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത കുതിരയുടെയും കുതിരപ്പടകളുടെയും ഒക്കെ ഒരു പ്രത്യേക സ്ഥലമായിട്ടാണ് നാം കാണുക. കൊച്ചു നാളിൽ തന്നെ അശ്വയോദ്ധാവായി മാറുവാൻ വേണ്ട എല്ലാ പരിശീലനങ്ങളും കൊച്ചു ഗീവർഗീസിന് ലഭിച്ചിരുന്നു. കൃത്യമായ ബോധ്യവും ഉറച്ച വിശ്വാസവും നിശ്ചയദാർഢ്യവും വലിയ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലകരെ പോലും അത്ഭുതപ്പെടുത്തത്തക്ക വിധത്തിൽ
ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തെക്കുറിച്ച് ലോകത്തിലേക്ക് മുഴുവനും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകളിലേക്ക് പ്രചരിപ്പിക്കത്തക്കവണ്ണമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം. അല്പം അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും, പലസ്തീനയിലെ ഗവർണറായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് പെട്ടെന്ന് തന്നെ മരണമടയുന്നുണ്ട്. ആ മരണത്തിൽ കുടുംബം മുഴുവനും വളരെയേറെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിലും ക്രൈസ്തവ വിശ്വാസമെന്നുള്ള മഹനീയമായ നിധി മൂലം അവർ വീണ്ടും പുതിയ ജീവനിലേക്കും ശക്തിയിലേക്കും തിരികെ വരികയും മകൻ ആ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. ഗീവർഗീസിൻ്റെ പിന്നീടുള്ള നീക്കങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ ശക്തനും ധീരനുമായൊരു യുവാവായി വളരുന്നു എന്നത് മാത്രമല്ല, ചെന്നു ചേരുന്ന എല്ലായിടങ്ങളിലും വിജയം വരിക്കാൻ അദ്ദേഹത്തിൽ ദൈവകൃപ ശക്തമായി പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായി സാധിക്കും. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത വഴികളിലൂടെ ഈ മനോഹരമായ മൂവിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പടയോട്ടങ്ങളിൽ ഒന്നിനുപടി ഒന്നായി വിജയം കൈവരിക്കുമ്പോൾ പലസ്തീൻ ഗവർണർ എന്നൊരു സ്ഥാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ ആ സ്ഥാനം അതലങ്കരിച്ച് ജീവിക്കുവാനായിട്ടല്ല സ്വർഗത്തിൻ്റെ വിളിയെന്നുള്ള ബോധ്യം മിഖായേൽ മാലാഖയുടെ പ്രത്യേക ഇടപെടലിലൂടെ ഗീവർഗീസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. മിഖായേൽ മാലാഖ ഇപ്രകാരമായൊരു സന്ദേശമാണ് അദ്ദേഹത്തിന് സ്വപ്നദർശനത്തിലൂടെ നൽകിയത്. നീ ഡയോക്ലീഷ്യൻ്റെ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുക, അവിടെ വിശ്വാസത്തിൻ്റെ സംരക്ഷകനായി, വിശ്വാസത്തിൻ്റെ പോരാളിയായി വളരെയേറെ പീഡനങ്ങളേറ്റ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ളൊരു വിളിയാണ് നിനക്കുള്ളത് എന്നുള്ളൊരു ശക്തമായ ബോധ്യം ആ യുവമനസ്സിലേക്ക് കടന്നു വന്നത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണേണ്ടതാണ്. അധികം താമസിയാതെ തന്നെ യുദ്ധവിജയങ്ങളുടെ ആഘോഷം നാട്ടിലും റോമാ നഗരത്തിലും മുഴുവനും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഒന്നിനുപടി ഒന്നായിട്ട് കടന്നു ചെന്നു. പലസ്തീൻ ഗവർണർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കുന്നുണ്ട് ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കയ്യിലേക്ക്. ആ കത്തുമായി ധീരനായ ശക്തനായ ഗീവർഗീസ് കടന്നു ചെല്ലുമ്പോൾ ആ കത്ത് വായിച്ച കത്തിലുള്ള ഭാഗങ്ങളെല്ലാം കേട്ട് കഴിയുമ്പം കൂടെ നിൽക്കുന്നവരെയെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിൽ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കണ്ണിലുണ്ണിയായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ റോമൻ സൈന്യത്തിൻ്റെ ഉന്നത അധിപനായിട്ട് മാറ്റുകയാണ്. പക്ഷേ ഈ പ്രശസ്തിയുടെ കൊടുമുടികൾ അംഗീകരിക്കാനായി അദ്ദേഹത്തിൻ്റെ സഹചാരികൾക്ക് കഴിഞ്ഞില്ല. തീർച്ചയായും ക്രൈസ്തവ വിശ്വാസിയായ ജോർജിയോസിനെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കണമെന്നും അദ്ദേഹത്തെ ഇല്ലാതാക്കണമെന്നുള്ള ശക്തമായ ബോധ്യത്തോടുകൂടി കൂടെയുണ്ടായിരുന്ന കൗൺസിലേഴ്സും മറ്റ് അംഗങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ശക്തമായ നീക്കങ്ങൾക്ക് പിന്നിലൊന്നും തളരുന്ന വിധത്തിലായിരുന്നില്ല വിശുദ്ധ ഗീവർഗീസിൻ്റെ നീക്കങ്ങൾ. കാരണം അദ്ദേഹം വലിയ ദൈവവിശ്വാസിയായിരുന്നു. പ്രാർത്ഥനയിൽ ഇത്രമാത്രം ആശ്വാസം കണ്ടിരുന്ന ഒരു സൈന്യാധിപനെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നറിയില്ല. ഇതിനിടയിൽ താൻ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ മരണം അദ്ദേഹത്തെ തളർത്തി. റോമൻ സാമ്രാജ്യത്തിൻ്റെ പദവികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒരല്പനേരം അദ്ദേഹം പാലസ്തീനയിലേക്ക് തിരിച്ചു ചെല്ലാനായി സമയം കണ്ടെത്തി. അമ്മയുടെ അടുത്ത് ചെന്നു. ആ അമ്മയ്ക്ക് മകനെ കണ്ടതിലുള്ള വലിയ സന്തോഷത്തിൻ്റെ നിർവൃതിയിൽ അധികം താമസിയാതെ തന്നെ അമ്മ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ കിടന്ന് മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ സ്നേഹിച്ചു വളർത്തിയ മാതാപിതാക്കളെ സ്നേഹത്തോടുകൂടി ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് തിരികെ കൊടുക്കാനുള്ള ഭാഗ്യവും ഈ ചെറുപ്പക്കാരന് ലഭിച്ചു എന്നുള്ളത് ദൈവകരുതലിൻ്റെയും പരിപാലനയുടെ ഒക്കെ ഭാഗങ്ങളായി നമുക്ക് കാണാനായി സാധിക്കും. തിരികെ റോമൻ സാമ്രാജ്യത്തിലേക്ക് തിരികെ ചെല്ലുന്ന ഗീവർഗീസിനെ കാത്തിരുന്നത് അനുഗ്രഹത്തിൻ്റെ സമയമായിരുന്നില്ല, മറിച്ച് പീഡനങ്ങളുടെയും വേദനകളുടെയും കാലഘട്ടങ്ങളായിരുന്നു. പക്ഷേ അദ്ദേഹം വലിയ തീക്ഷ്ണതയോടുകൂടി രാജ്യത്തിൻ്റെ സർവമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേഷപ്രച്ഛന്നനായി അദ്ദേഹം നിരവധി യാത്രകൾ നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് ലിബിയ നഗരത്തിലെ സെലീന ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. സെലീന ഗ്രാമത്തിൻ്റെ വലിയൊരു ദുർവിധിയുടെ സമയം. ഒരു കരാള സർപ്പം ആ നഗരത്തെ, ആ ദേശത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ഒരു ശത്രുവായി മാറിക്കഴിഞ്ഞിരുന്നു. ആ നാട്ടിലെ കന്യകമാരായ സ്ത്രീകളെയും ഒപ്പം തന്നെ ആടുമാടുകളെയും ജനങ്ങൾ മുഴുവനും വകവരുത്തിയിരുന്ന
ആ സർപ്പത്തിനെ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ആ ചിന്തയിൽ ജനങ്ങൾ പ്രശ്നം വെച്ചു. ആ പ്രശ്നത്തിനൊടുവിൽ അവരൊരു തീരുമാനമെടുത്തു. എല്ലാ വെള്ളിയാഴ്ചയും കന്യകമാരായ യുവതികളെ നൽകുക, ഒപ്പം തന്നെ ആടുമാടുകളെ നൽകുക. അങ്ങനെ ഈ സർപ്പത്തിൻ്റെ കോപത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാനുള്ള ആ തീരുമാനം അവരെടുത്തു. അനേകം കന്യമാർ ഇതിനോടകം സർപ്പബലിക്ക് ഇരയായി തീർന്നു കഴിഞ്ഞു. അങ്ങനെ വിശുദ്ധ ഗീവർഗീസ് ആ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന നാളിൽ സർപ്പബലിക്കുള്ള നിയോഗമായി ഏറ്റെടുത്തത് ആ രാജ്യത്തിലെ രാജാവിൻ്റെ രാജപുത്രിയായിരുന്നു. രാജപുത്രി എല്ലാവിധത്തിലും ഒരുക്കപ്പെട്ട് സർപ്പഗുഹയുടെ മുൻപിലായിരിക്കുന്ന സമയത്താണ് ഗീവർഗീസ് ആ വഴിയിലൂടെ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ അധരം തുറക്കുന്നത് നമുക്ക് കേൾക്കാം. നിൽക്കൂ. കാട്ടുമൃഗങ്ങൾ വിഹരിക്കുന്ന വിജനമായ ഈ വീഥിയിലൂടെ ഭവതി എവിടേക്കാണ്? കാഴ്ചയിൽ ഒരു ഉത്തമ രാജപുത്രിയുടെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഇനി വഴിതെറ്റി നടന്നു നീങ്ങിയതാണോ? മരണത്തിലേക്ക് നടക്കുന്ന ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ രാജപുത്രി തന്നെ. പക്ഷേ ഗ്രാമത്തിലെ മറ്റു കന്യകകളെ പോലെ എന്റെയും ആയുസ് കുറികുടത്തിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന ചീട്ടിന്റെ മറവിൽ തന്നെ ഈ ഗ്രാമത്തെ വേട്ടയാടുന്ന കരാള സർപ്പത്തിനാൽ പിച്ച് ചീന്തി മരണത്തിലേക്ക് വഴുതി വീഴേണ്ട ഈര. നിൽക്കൂ. ഇല്ല, ഞാനിതിന് അനുവദിക്കില്ല. അദൃശ്യനായ സർവശക്തൻ ദാനമായി തന്ന ജീവൻ ദുഷ്ടശക്തികൾക്ക് മുന്നിൽ അടിയറ വെക്കാനുള്ളതല്ല. സത്യവാനും സർവശക്തനുമായ ദൈവത്തിന് തന്നെ തിരികെ നൽകുവാനുള്ളതാണ്. എന്നെ രക്ഷിക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച് ആ സത്വത്തിന് ബലിയാവാതെ അങ്ങ് പോകൂ, ദൂരേക്ക് പോകൂ. തടാകജലം ഇളകുന്ന ശബ്ദം അങ്ങ് കേൾക്കുന്നില്ലേ? ഇരവിഴുങ്ങാനുള്ള ആർത്തിയോടെ ഏത് നിമിഷവും ആ ഘോരസർപ്പം എത്തും. അതിനു മുമ്പ് അങ്ങ് രക്ഷപ്പെടൂ. പോകാം. ആ ഘോരസർപ്പത്തെ നിഗ്രഹിച്ച് ഭവതിയെയും ഗ്രാമത്തെയും രക്ഷിച്ചതിനു ശേഷം പോകൂ. ജീവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാനമാണെന്നും അത് ഒരു തിന്മയ്ക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല എന്നുള്ള വലിയ ബോധ്യം നൽകിക്കൊണ്ട് ഗീവർഗീസ് അവളുടെ ജീവിതത്തിൽ ഇടപെടുകയും സമയോചിതമായ പ്രവർത്തനത്തിലൂടെ ധീരമായ മുന്നേറ്റത്തിലൂടെ ആ നാരകീയ സർപ്പത്തിൻ്റെ തല തകർക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. രക്ഷകനായ യേശുനാഥ, അങ്ങേൽപ്പിച്ച ഈ ദൗത്യം ഈ കരങ്ങളാൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവാനുഗ്രഹം എന്നിൽ നിറയ്ക്കണം. അതിനെ പരിപൂർണമായി ഇല്ലാതാക്കി ആ രാജകുമാരിയെ രക്ഷിച്ചെടുത്ത് രാജകൊട്ടാരത്തിലേക്ക് തിരികെ പോയി പിതാവിന് ആ പുത്രിയെ ഏൽപ്പിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ ചിത്രം തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ എത്രമാത്രം ചങ്കൂറ്റത്തോടെയും ധൈര്യത്തോടെയും ഈ കാലയളവിലും നമ്മൾ നിൽക്കണമെന്നും അതൊഴിവാക്കിയുള്ളൊരു ജീവിതം ക്രിസ്തീയ വിശ്വാസത്തിൽ ഇല്ല എന്നുള്ള ബോധ്യവും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നിസ്സംഗതയല്ല അതിനുള്ള ഉത്തരമെന്നും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജകൊട്ടാരത്തിൽ ചെന്ന് മകളെ രാജപിതാവിന് നൽകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ പ്രത്യേകമെന്ന് ഓർമ്മിക്കാം. പാരിതോഷികമായി ഈ രാജ്യവും ഒപ്പം തന്നെ മകളെയും നൽകാമെന്നുള്ള ആ വലിയ വാഗ്ദാനത്തിന് മുമ്പിൽ ഗീവർഗീസ് എടുക്കുന്ന നിലപാടുകൾ ഇന്നത്തെ ലോകമോഹങ്ങൾക്ക് വേണ്ടിയും സമ്പത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പടയോടുന്ന നമ്മുടെ എല്ലാ മനസ്സുകളെ വ്യതിരിക്തമായി ചിന്തിപ്പിക്കേണ്ടതുണ്ടെന്ന് കാണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: എന്റെ ഈ ചെയ്തികളൊന്നും തന്നെ പാരിതോഷികങ്ങൾ നേടുന്നതിനോ ഈ ലോകസുഖങ്ങൾ അനുഭവിക്കുന്നതിനോ വേണ്ടിയായിരുന്നില്ല.
ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ ആജ്ഞപ്രകാരമാണ്. ആരാണ് അദ്ദേഹം? വിശദീകരിച്ചാലും. ഈ ലോകത്തിന്റെ പാപങ്ങൾ കഴുകിക്കളയുന്നതിനായി ഭൂമിയിൽ ജീവിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുദേവൻ. ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനി അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. അങ്ങ് വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ നന്മയുടെയും സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആ പാതയിലേക്ക് ഞങ്ങളെ നയിച്ചാലും പ്രഭു. സ്വന്തമായി ലഭിക്കാമായിരുന്ന സകല ലോകസുഖങ്ങളെയും ക്രിസ്തുവിന് വേണ്ടി ത്യജിച്ചുകൊണ്ട് താൻ എന്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടുവോ ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ശക്തമായ നീക്കങ്ങളാണ് ഗീവർഗീസ് അവിടെ നടത്തിയത്. വീണ്ടും അദ്ദേഹം തിരിച്ച് റോമാ സാമ്രാജ്യത്തിലേക്ക് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ കാത്തിരുന്ന മുഴുവൻ വിശ്വാസത്തിൻ്റെ വലിയ വെല്ലുവിളികളുടെ കഥകൾ നമ്മളെയും ഇന്ന് ശക്തരും ഉജ്ജ്വലരുമാക്കേണ്ടതാണ്. അധികം താമസിയാതെ ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മനസ്സ് മാറുന്നുണ്ട്. ക്രിസ്തീയ മതം ഒരു വൈദേശിക മതമാണെന്നും അതൊരു വിപ്ലവ പ്രസ്ഥാനമാണെന്നും അതുകൊണ്ട് രാജ്യത്തിൽ മുഴുവൻ കലഹങ്ങൾ ഉണ്ടാകുന്നുവെന്നും ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിൽ ബലിയർപ്പിക്കുന്നത് കൊണ്ടും ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് രാജ്യത്തിൽ അസമാധാനം നിലനിൽക്കുന്നതെന്നൊക്കെയുള്ള ചില ഉപദേഷ്ടാക്കളുടെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മാറ്റിമറിക്കുകയും ക്രൂരമായൊരു തീരുമാനത്തിലേക്ക്, ഒരു മതമർത്തനത്തിലേക്ക് അദ്ദേഹം കാല് മാറ്റുകയും ചെയ്യുന്നത് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സൈനികനായി നിന്ന് നമുക്കെതിരെ വചനം പ്രഘോഷിച്ച് നമ്മുടെ പ്രജകളെ അവന്റെ ആ നസറേത്തുകാരന്റെ ശിഷ്യരാക്കുന്ന ആ ചെറുപ്പക്കാരനെ, ആ ഗീവർഗീസിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരൂ. പോകൂ. ക്രിസ്തീയ വിശ്വാസികളെ മുഴുവനും ജോലികളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒപ്പം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരെ വധിക്കാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗൂഢസംഘത്തിൻ്റെ ചിന്ത ഏതെങ്കിലും വിധത്തിൽ ഗീവർഗീസിനെ തകർക്കണം എന്നുള്ള ചിന്തയായിരുന്നു. നിശ്ചയമായും ഗീവർഗീസും പിടിക്കപ്പെടുന്നു. ഗീവർഗീസ് ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനം രാജിക്കത്തായി ചക്രവർത്തിയുടെ മുമ്പിലെത്തുന്നു. അധികം താമസിയാതെ വലിയ പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയായിത്തീരുന്നുണ്ട്. പക്ഷേ ഈ പീഡകളിലൊന്നും അദ്ദേഹം തളരുന്നില്ല. ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടും അതിശക്തമായ പീഡനമുറകൾ യന്ത്രങ്ങൾക്കിടയിൽ ഞെരിക്കപ്പെട്ടും അദ്ദേഹത്തിൻ്റെ മാംസം കഷ്ണം കഷ്ണമായി ചിന്തിപ്പോയിരുന്നു എന്നാണ് നമ്മൾ ചരിത്രത്തിലൊക്കെ കാണുക. അതുപോലെ തന്നെ ഈ ആണികൾ തറച്ചിട്ടുള്ള ചെരുപ്പ് അദ്ദേഹത്തെ അണിയിച്ച് കാലുകളിൽ തറച്ചു കയറ്റി അങ്ങനെ എല്ലാ വിധത്തിലും അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ പീഡിപ്പിക്കപ്പെടുന്ന സമയങ്ങളിലും ഒരുപക്ഷെ ആ ചെറുപ്പത്തിൻ്റെ തിളപ്പിൽ കുറച്ച് നാളൊക്കെ നീങ്ങി. പക്ഷേ അദ്ദേഹം മരണസമയമാകുമ്പോഴത്തേക്ക് ഒരു വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യനെ പോലെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കാലയളവിൽ പോലും അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി, അദ്ദേഹത്തെ വിശ്വാസത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി തടവിലേക്ക് വ്യഭിചാരികളായ സ്ത്രീകളെയൊക്കെ പറഞ്ഞു വിടുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ അവിടെയൊന്നും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുക എന്നുള്ളതല്ലാതെ പാപത്തിലേക്കോ പാപകരമായ ചിന്തകളിലേക്കോ ലോകം തരുന്ന നൈമിഷികമായ സുഖങ്ങളിലേക്കോ അദ്ദേഹം കടന്നു പോകുന്നതായി നമ്മൾ കാണുന്നില്ല. ശക്തമായൊരു ബോധ്യം ഡയോക്ലീഷ്യൻ ചക്രവർത്തി ഇദ്ദേഹത്തിന് മുമ്പിൽ വെച്ചത് ഇപ്രകാരമായിരുന്നു: ഞാൻ ആരാധിക്കുന്ന അപ്പോളോ ദൈവത്തെ നീയും ആരാധിക്കണം. ഈ അപ്പോളോ ദൈവത്തെ അല്ലാതെ വേറൊന്നിനെയും ആരാധിക്കരുത്. അതിന് ശക്തമായ മറുപടി ജയിലറയിൽ വെച്ച് ഡയോക്ലീഷ്യനോട് വിശുദ്ധ ഗീവർഗീസ് നൽകുന്നുണ്ട്. ജീവനില്ലാത്ത അങ്ങ് ആരാധിക്കുന്ന ദൈവത്തെ പൂജിച്ചാരാധിക്കാൻ അടിയനെ കൊണ്ടാവില്ല. ലോകരക്ഷിതാവായ യേശുനാഥനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ യേശുനാഥന്റെ ഇളയദാസനായ ഗീവർഗീസാണ് ഞാൻ. ആ സത്യദൈവത്തെ മറന്ന് അപ്പോളോ ദേവനെ ആരാധിക്കാൻ എനിക്കാവില്ല. ഈ കാലഘട്ടത്തിൽ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിത ചിന്തകളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പാറ പോലുള്ള വിശ്വാസമൊക്കെ നമുക്ക് വലിയ കരുത്തായി മാറേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വിനാഴിക ഇപ്രകാരമായിരുന്നു: സർവശക്തനായ യേശുനാഥ, അവിടുത്തെ ദാസനായ ഈ ഗീവർഗീസ് അപേക്ഷിക്കുകയാണ്. എന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഏവർക്കും അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ യേശുനാഥ. ഞാനിതാ പൂർണ്ണമായും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുനാഥ,
അങ്ങ് ദാനമായി നൽകിയ ഈ ജീവൻ ആ ദൈവത്തിനായി സന്തോഷത്തോടെ വെടിയാൻ അവിടുത്തെ ദാസനായ ഗീവർഗീസിത ശിരസ് നമിക്കുന്നു. അദ്ദേഹം ഡയക്ലേഷ്യൻ ചക്രവർത്തിയാൽ തന്നെ ശിരച്ഛേദം ചെയ്യപ്പെടുന്നു. അങ്ങനെ വലിയ ഒരു രക്തസാക്ഷി സഭയിലുണ്ടായി, ലോകത്തിലുണ്ടായി. ലോകം മുഴുവനും, കത്തോലിക്ക തിരുസഭ മുഴുവനും ആ ആരാധ്യനായ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ നമിക്കുന്നുണ്ട്. AD 494 ഗലേഷ്യൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായിട്ട്, ധീരരക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. പിന്നീട് അനേക രാജ്യങ്ങളുടെ സംരക്ഷകനായിട്ട്, വിശ്വാസ സംരക്ഷകനായിട്ട്, സൈന്യങ്ങളുടെ സംരക്ഷകനായിട്ടൊക്കെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലണ്ടിലും മറ്റ് അനേക രാജ്യങ്ങളിൽ, ഇന്നും നമ്മുടെ കേരളക്കരയിലും ലോകം മുഴുവനിലും എല്ലാവരുടെയും ഹൃദയങ്ങളെ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു ശക്തനും ധീരനുമായ ക്രിസ്തു പടയാളിയായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇന്നും നമുക്ക് വെളിച്ചം തരികയാണ്, ഇന്നും നമുക്ക് ബോധ്യങ്ങൾ നൽകുകയാണ്, ഇന്നും നമ്മളെ വെല്ലുവിളിക്കുകയാണ്. നിത്യജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം നമ്മുടെ മനസ്സുകളിൽ വീണ്ടും വിതയ്ക്കുകയാണ്. തീർന്നു പോകുന്നില്ല ഈ ജീവിതം ഈ ഭൂമിയിലെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈശോയുള്ള സ്നേഹത്തിൽ ആ വിശ്വാസത്തെ വളരാൻ നമുക്കെന്താണ് ഈ ദിവസം ചെയ്യാൻ സാധിക്കുക? ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെന്തൊരു സ്റ്റെപ്പാണ് ഇനി മുന്നോട്ട് എടുത്തു വെക്കേണ്ടത്? നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഈ വിശുദ്ധ ഗീവർഗീസിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ധീരരക്തസാക്ഷിത്വവും അദ്ദേഹത്തോടുള്ള നമ്മുടെ വണക്കവും കോഴിപ്പെരുന്നാളിലും മറ്റു ചില കാര്യങ്ങളിലും മാത്രം അവസാനിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കാനും അവൻ്റെ ചിന്തകളും അവൻ്റെ വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്പം കൂടി രൂപാന്തരം പ്രാപിക്കാൻ തക്കവണ്ണമുള്ള ഒരു കരുതൽ, ഒരു തീരുമാനം ഒക്കെ എടുക്കാനൊക്കെ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആ വിശുദ്ധ ഗീവർഗീസ് നമ്മുടെ ചിന്തകളിലും മനസ്സുകളിലും ജീവിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക തിരുസഭയിൽ ഇതുപോലുള്ള അനേകം ധീരരും ശക്തരുമായ വിശുദ്ധരും രക്തസാക്ഷികളും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാം നിറയട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളിലും സഭാവിശ്വാസ മേഖലകളിലെല്ലാം നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശുവിന് വേണ്ടി മരിക്കുക എന്നതിലുപരി വേറെ എന്തു ഭാഗ്യമാണ് എനിക്ക് ലഭിക്കുക? വിശുദ്ധ ഗീവർഗീസ്. ധീരനാം രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേണേ. ഞങ്ങൾ തൻ നൊമ്പരങ്ങൾ സർവ്വതും ഏറ്റുവാങ്ങി